സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ കോടതിയിൽ ഹാജരായി. ആലുവ CJM കോടതിയിലാണ് ഹാജരായത്. നിതിൻ സേവ്യർ വിവരവുമായി ചേരുന്നു. നിതിൻ, അജിംസ് ഈ സ്ത്രീത്വത്തെ അവമാനിച്ചു, വ്യാജ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചു, അപവാദ പ്രചാരണം നടത്തി തുടങ്ങിയ നടിയുടെ പരാതിയായിരുന്നു സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിച്ചു. നേരത്തെ അമേരിക്കയിലായിരുന്ന ഇയാളെ മുംബൈയിലെത്തിയപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം മുംബൈ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വയ്ക്കുകയും പിന്നീട് കേരള പോലീസിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇയാളെ കേരള എളമക്കര പോലീസ് സംഘം കൊച്ചിയിലെത്തിച്ചത്. പിന്നീട് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയായിരുന്നു. ഇയാളെ സ്വന്തം ജാമ്യത്തിൽ ഇന്നലെ വിട്ടയക്കുകയും ചെയ്തു. ഇയാളെ ഈ സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചതിന്റെ തുടർ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇയാൾ ഹാജരാകുന്നത്. നേരത്തെ 2022 നടി നൽകിയ സമാന പരാതിയിൽ ജാമ്യത്തിൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു കേസ് കൂടി ഇയാൾ വരുന്നത്. ഫേസ്ബുക്കിലൂടെ നിരന്തരം അപവാദ പ്രചാരണം നടത്തുക, ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുക, ഒപ്പം തന്നെ ഈ നടിയുടെ എന്ന പേരിൽ ഇയാൾ വ്യാജ ഓഡിയോ സന്ദേശങ്ങളടക്കം പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സംഭവത്തിലായിരുന്നു ഇയാളെ ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത്. ഇന്നലെ സ്റ്റേഷനിലെത്തിച്ചപ്പോഴും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇയാൾ ശ്രമിച്ചിരുന്നു. താൻ കുറ്റക്കാരനല്ല, താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ രണ്ട് പരാതിയും നടി നൽകിയതല്ല, നടി ഇത് കള്ളപ്പരാതിയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇയാൾ സംവിധായകൻ പറഞ്ഞിരുന്നു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഈ ജാമ്യത്തിന്റെ തുടർ നടപടികൾക്കായി, സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന്റെ തുടർ നടപടികൾക്കായി ഈ കോടതിയിൽ ഹാജരാകും. അതിനുശേഷം മാധ്യമങ്ങളോട് വിശദമായി തന്നെ തനിക്ക് സംസാരിക്കാനുണ്ടെന്നൊക്കെയാണ് സംവിധായകൻ പറയുന്നത്. അജിൻസ്.